നമ്മുടെ ലൈഫിലെ ഹീറോയും വില്ലനും ആരാണെന്നറിയാമോ? അതായത് നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട മേഖല കൈയടക്കുന്ന അതൊന്നുകിൽ നമ്മളുടെ ഹീറോ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് ഒരു വില്ലൻ്റെ റോളായിരിക്കും. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാബിറ്റാണ്, അല്ലെങ്കിൽ നമ്മുടെ ഹാബിറ്റ്സ്. അപ്പോൾ നമ്മൾ ഹാബിറ്റ് എന്ന് പറയുമ്പം നമ്മളുടെ സ്വഭാവം എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ റൊട്ടീനായിട്ട് റെപ്പറ്റേറ്റീവായിട്ട് അല്ലെങ്കിൽ റിപ്പീറ്റഡായിട്ട് നമ്മൾ പെർഫോം ചെയ്യുന്ന എന്താണോ എന്നുവെച്ചാൽ ഡേ ആഫ്റ്റർ ഡേ, അല്ലെങ്കിൽ ഒരു ദിവസം എന്ന് പറയുന്ന ഒരു ടൈം ഫ്രെയിമിൽ, അല്ലെങ്കിൽ നമ്മൾ ഡെയിലി നമ്മൾ പെർഫോം ചെയ്യുന്ന നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, അറിയാതെ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അറിയാതെ മീൻസ് നമ്മളതിനെക്കുറിച്ച് അതൊരു ഓട്ടോമേഷനിലായിരിക്കും ശരിക്കും പറഞ്ഞാൽ. നമ്മൾ സ്ഥിരമായി ചെയ്യുന്നുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ടൊന്നും ചിന്തിക്കാറില്ല, അതിനെക്കുറിച്ച് നമ്മൾ കൺസേൺഡ് ആകാറില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഹാബിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഹാബിറ്റ്സ് നമുക്ക് ഒട്ടനവധി ഹാബിറ്റ്സ് ഉണ്ട്. വളരെ സൂക്ഷ്മമായിട്ടുള്ള തലത്തിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് ഈ ഹാബിറ്റ്സിനെ നമുക്ക് നിരീക്ഷിക്കുവാനും നമുക്ക് അതെന്താണ്, അല്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി വെക്കുന്ന ശരിക്കുള്ള ഇമ്പാക്റ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഒരു മനുഷ്യൻ്റെ, നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ വ്യക്തികളുടെ ജീവിതത്തിൽ നമ്മുടെ സക്സസ്സും ഫെയിലിയറും ഒക്കെ തന്നെ തീരുമാനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ഹാബിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹാബിറ്റിനെ നമ്മൾ ഭൂരിപക്ഷം ആൾക്കാരും 9 out of 10 എന്ന് പറയുന്ന, അല്ലെങ്കിൽ 10ൽ 9 ആൾക്കാരും തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് യാതൊരു രീതിയിലുള്ള അവയർനെസ്സും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ബോധമുള്ള ആൾക്കാരല്ല. അവരുടെ ഹാബിറ്റിനെക്കുറിച്ച്, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവരുടെ ഹാബിറ്റാണ് എന്നുള്ളതിനെക്കുറിച്ച്. കാരണം വർഷങ്ങളായിട്ട്, ദശാബ്ദങ്ങളായിട്ട് അവർ ഈ ഒരു പ്രക്രിയ അതിനകത്തിൽ യാതൊരു തരത്തിലുള്ള ബ്രേക്കും ഇല്ലാതെ ഇതിങ്ങനെ സ്ഥിരമായിട്ട് നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫിനോമിന ഒട്ടുമിക്ക എല്ലാവരുടെയും ജീവിതത്തിൽ. ചില ഹാബിറ്റ്സ് നമുക്ക് വളരെ അത്യാവശ്യമാണ്, നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്തതാണ്. പക്ഷേ പല ഹാബിറ്റ്സും നമുക്ക് ദോഷം ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷമാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ. അപ്പോൾ ഹാബിറ്റ്സ് എങ്ങനെ ഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്ക് ഉള്ള ഹാബിറ്റ്സിനെ നമുക്കെങ്ങനെ തിരിച്ചറിയാം, എന്നിട്ട് നമുക്ക് അത് അനുകൂലമല്ലെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ വ്യക്തികളും ജീവിച്ചു പോകുന്നുണ്ട്, സർവൈവ് പോകുന്നുണ്ട്. ഈ പറഞ്ഞ ഹാബിറ്റ്സൊക്കെ അവർക്കുണ്ടെങ്കിൽ തന്നെയും, ഞാൻ പറഞ്ഞ ഈ ഹാബിറ്റ്സ് വില്ലൻ റോള് കളിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെയും മനുഷ്യരെല്ലാം തന്നെ അവർ ജീവിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്, അവർ സർവൈവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പീപ്പിൾ ആർ ലീസ് കൺസേൺഡ്. അവർ ഇതിനെക്കുറിച്ച് കൺസേൺഡ് അല്ല. കാരണം കൺസേൺഡ് ആകാത്തതിന് കാരണം അവർക്ക് ഇതിനെക്കുറിച്ച് ബോധ്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ വളരെ കോൺഷ്യസ് ആയിട്ട് ജീവിക്കുവാൻ തയ്യാറാകുകയാണെങ്കിൽ, സക്സസ്സും ഫെയിലറും ഒക്കെ നമുക്കൊരു വിഷയമാണെങ്കിൽ, ഒരു സബ്ജക്റ്റ് മാറ്റർ ആകുകയാണെങ്കിൽ, നമ്മൾ നമ്മുടെ ഹാബിറ്റ്സിനെ കുറിച്ച് ബോധ്യമുള്ള ഒരു വ്യക്തിയാകണം. നമ്മളുടെ ഹാബിറ്റ്സ് എന്താണ്, നമ്മളുടെ വളർച്ചയ്ക്ക് വിഘാതം സൃഷ്ടിക്കുന്ന ഹാബിറ്റ്സ് എന്താണ്, അല്ലെങ്കിൽ നമുക്ക് സക്സസ്ഫുൾ ആകുവാൻ വേണ്ടി, അല്ലെങ്കിൽ ലൈഫിൽ നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കുവാൻ വേണ്ടി നമുക്കുണ്ടാകേണ്ട ഹാബിറ്റ്സുകൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ തിരിച്ചറിവ് നമുക്കുണ്ടാകുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മളുടെ ലൈഫിൻ്റെ ക്വാളിറ്റിയെ ഡിസൈഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റിയുടെ ഏറ്റവും ഫണ്ടമെൻ്റലായിട്ടുള്ളൊരു ഡിറ്റർമിനൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് നമ്മളുടെ ക്വാളിറ്റി ഓഫ് ഹാബിറ്റ്സാണ്. ക്വാളിറ്റി ഓഫ് ഹാബിറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എന്നുവെച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി ആശ്രയിച്ചിരിക്കുന്നത് നമ്മുടെ ഹാബിറ്റ്സ് എന്താണോ അതിൻ്റെ ക്വാളിറ്റിയാണ്. ഒരു വ്യക്തിയുടെ ഹാബിറ്റ്സ് ക്വാളിറ്റി ഉള്ളതല്ലെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ ലൈഫിന് ക്വാളിറ്റി ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ ക്വാളിറ്റി ഇല്ലാത്ത ഹാബിറ്റ്സ് നമുക്ക് സക്സസ് ഒരിക്കലും എൻഷുർ ചെയ്യത്തില്ല. നമുക്ക് ഒരു സർവൈവൽ മോഡിൽ നമുക്കിങ്ങനെ മുന്നോട്ട് പോകുക എന്നുള്ളത് നമുക്ക് ഒരു മീഡിയോക്കർ ആവറേജ് കൈൻഡ് ഓഫ് ലൈഫ് ആയിരിക്കും എപ്പോഴും അത്തരം വ്യക്തികൾക്കുള്ളതാണ്. അപ്പോൾ നമുക്ക് സക്സസ്, അതുപോലെ തന്നെ ജീവിതത്തിൽ പ്രോഗ്രസ്, ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെയാണ് ആവശ്യമെങ്കിൽ നമ്മൾ നിലവിൽ ഉള്ള നമ്മളുടെ ഹാബിറ്റ്സിനെ കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാവുകയും
അത് മാറ്റപ്പെടേണ്ടതാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഹാബിറ്റ്സുകൾ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്ത് നമ്മളതിനെ മാറ്റിയെടുക്കുകയും പുതിയ ഹാബിറ്റ്സ് നമ്മൾ ഫോം ചെയ്യുക അത്യാവശ്യമാണ്. കാരണം നമുക്കറിയാം, ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് an action that we do കോൺസ്റ്റൻ്റ്ലി ഡേ ആഫ്റ്റർ ഡേ, അല്ലെങ്കിൽ 24/7 എന്നൊക്കെ നമ്മൾ പറയാനായിട്ട് റെപ്പറ്റേറ്റീവായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ടാസ്ക്കാണ് നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മൾ പെർഫോം ചെയ്യുന്ന ഒരു എന്താണ് പറയുന്നത് കാര്യമാണ്, പെർഫോം ചെയ്യുന്ന ഒരു ആക്ഷനാണ് ഹാബിറ്റ് എന്ന് പറയുന്നത്. ഉദാഹരണം, നമ്മൾ എല്ലാ ദിവസവും രാവിലെ ബ്രഷ് ചെയ്യുന്നു, അത് നമ്മളുടെ ഒരു ഹാബിറ്റാണ്. അത് നമ്മൾ ഓട്ടോമാറ്റിക്കലി രാവിലെ എഴുന്നേൽക്കുന്നു, അതിൻ്റെ സമയമാകുമ്പോൾ നമ്മൾ എത്ര മണിക്കാണ് നമ്മൾ ബ്രഷ് ചെയ്യുന്നത്, ഇപ്പോൾ 7 o'clock അല്ലെങ്കിൽ 6 o'clock ആ ടൈം ആകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി, ആരും നമ്മളോട് പറയാതെ, ആരും നമ്മളെ കമ്പൽ ചെയ്യാതെ, നമ്മുടെ ബ്രെയിന് പ്രത്യേകിച്ച് വലിയ എഫേർട്ടൊന്നും നമുക്ക് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ ബ്രഷ് ചെയ്യുന്നു. അങ്ങനെ അതുപോലുള്ള കാര്യങ്ങൾ ഒത്തിരി ഉണ്ട്. ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അൺഹെൽത്തി ആയിട്ടുള്ള ഒത്തിരി നമ്മുടെ ഹാബിറ്റ്സ് ഉണ്ടല്ലെന്ന് പറയുന്നില്ല. ആ ഹാബിറ്റ്സ് നമ്മളുടെ ആക്ഷൻസ് ആകാം, നമ്മുടെ സ്പീച്ച് ആകാം, മീൻസ് നമ്മുടെ വേർഡ്സ് ആകാം, കോൺവെർസേഷൻ ആകാം, അതുപോലുള്ള എന്തും ആകാം. അപ്പോൾ അതെല്ലാം നമ്മളുടെ ലൈഫിൻ്റെ ക്വാളിറ്റിയെ ഡിസൈഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ലൈഫിൻ്റെ ക്വാളിറ്റിയെ ഇല്ലാതാക്കുന്ന ഏരിയാസ് ആയിരിക്കും, ഏരിയാസ് ഓഫ് ആക്ഷൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ഏരിയാസ് ഓഫ് എന്താണ് പറയുന്നത് ഓപ്പറേഷൻസ് എന്നൊക്കെ പറയാം, പ്രവൃത്തികളായിരിക്കും നമുക്ക് ശരിക്കും. അപ്പോൾ അതിനെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക, കൃത്യമായി ഒഴിവാക്കേണ്ടതിനെ അല്ലെങ്കിൽ നിർത്തേണ്ട ഹാബിറ്റ്സിനെ നമ്മൾ നിർത്തുക, എലിമിനേറ്റ് ചെയ്യേണ്ട ഹാബിറ്റ്സിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ നമ്മുടെ ലൈഫിൽ വി ക്യാൻ എൻഷുർ പ്രോഗ്രസ്, ഇംപ്രൂവ്മെൻറ്റ്, സക്സസ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കത്തുള്ളൂ. ബിക്കോസ് ക്വാളിറ്റി ഇല്ലാത്ത ലൈഫിനകത്തിൽ പ്രോഗ്രസ്സും സാധ്യമല്ല, ഇമ്പ്രൂവ്മെൻറ്റും സാധ്യമല്ല, അതുപോലെ തന്നെ സക്സസ്ഫുള്ളാണെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അപ്പോൾ സക്സസ് മെഷർ ചെയ്യുന്നത് നമ്മളുടെ ഹാബിറ്റ്സിൻ്റെ ക്വാളിറ്റിയെ ബേസ് ചെയ്തായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നല്ല ഹാബിറ്റ്സ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമുക്ക് വളരെ ഇനവിറ്റബിളാണ്. ഇനവിറ്റബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യന്താപേക്ഷിതമാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ഇഫ് ഈ ലൈക്ക് ടു ബി സക്സസ്ഫുൾ, നമ്മുടെ ലൈഫിൽ നമ്മൾ സക്സസ്ഫുൾ ആകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ജീവിതത്തിൽ നമ്മൾ വിജയിക്കുക എന്നുള്ളത്, വിജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയത്തിനൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള മാനദണ്ഡമൊന്നുമില്ല. കാരണം ഇന്ന കാര്യം ചെയ്താൽ മാത്രമേ ഒരാൾ വിജയിയാകൂ എന്നുള്ള ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളൊന്നുമില്ല, ഫിക്സ്ഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡോ ക്രൈറ്റീരിയ ഒന്നുമില്ല. കാരണം വിജയത്തിൻ്റെ മാനദണ്ഡങ്ങൾ ദാറ്റ് ഡിഫേഴ്സ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ, ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായിരിക്കും. വിജയത്തിന് അങ്ങനെ പ്രത്യേകിച്ചൊരു ഇന്ന കാര്യം നേടിയാൽ മാത്രമേ വിജയിയാകൂ എന്നുള്ള ഒരു ജനറൽ എന്താണ് പറയുന്നത് സ്റ്റാൻഡേർഡൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. നമ്മൾ പറയുന്നത് സക്സസ് ആകുക എന്നാണ് പറയുന്നത്. ഇപ്പോൾ സക്സസ് നമുക്ക് പല രീതിയിലാകാൻ സാധിക്കും. ഇപ്പോൾ ഒരാൾക്ക് ഭയങ്കരമായിട്ടുള്ള ഓവർ വെയ്റ്റ് ഉണ്ട്, ആ വ്യക്തിക്ക് വെയിറ്റ് കുറയ്ക്കണം. അപ്പോൾ വ്യക്തി പുതിയ ഹാബിറ്റ്സിലേക്ക് പോയി, പുതിയ ഡിസിപ്ലിൻ സ്വീകരിച്ചു, ഒന്നുകിൽ ജിമ്മിൽ പോകുന്നു, അല്ലെങ്കിൽ അല്ലാതെ തന്നെ പുള്ളി ഇതുപോലെ തന്നെ വർക്കൗട്ട് ചെയ്യുന്നു. അങ്ങനെ നിരന്തരം പുള്ളി വർക്കൗട്ട് ചെയ്ത് ഒരു സർട്ടൻ ടൈം പീരീഡ് കഴിയുമ്പോഴത്തേക്ക് പുള്ളിയുടെ വെയിറ്റെല്ലാം കുറച്ച് പുള്ളിക്ക് വെൽ ഷേപ്ഡ് ആകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ സക്സസ്ഫുൾ ഇല്ല. അങ്ങനെ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഓരോ രീതിയിലായിരിക്കും അവർ സക്സസ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാൻ പറഞ്ഞ ജെനുവിൻ സക്സസിൻ്റെ കാര്യമാണ് പറയുന്നത്. ജെനുവിനായിട്ടുള്ള, ഒതൻറ്റിക്കായിട്ടുള്ള, ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മുടെ അൺലോഫുള്ളായിട്ടുള്ള, നിയമവിരുദ്ധമായിട്ടുള്ള പ്രവൃത്തികളിൽ കൂടെ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കുകയോ നേടിയെടുക്കുകയും ചെയ്യുന്നതിനല്ല സക്സസ് എന്ന് പറയുന്നത്. അതും സക്സസ് ആയിരിക്കാം, പക്ഷേ നമ്മൾ അതിനെ കൗണ്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് റിലവൻറ്റ് ഹിയർ. നമ്മളിവിടെ പറയുന്നത് ജെനുവിനായിട്ടുള്ള, ഒതൻറ്റിക്കായിട്ടുള്ള, ലീഗലായിട്ടുള്ള, അല്ലെങ്കിൽ മോറലി ഡിസറബിളായിട്ടുള്ള നമ്മളുടെ അച്ചീവ്മെൻറ്റ്സിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. സോ ഇൻ ദാറ്റ് ആസ്പെക്ട് സക്സസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് വ്യക്തി ടു വ്യക്തി വ്യത്യസ്തം ആയിരിക്കും. ഓരോ വ്യക്തിക്ക് ഓരോ ഗോളായിരിക്കും, ഡിഫറെൻറ്റ് എന്താ പറയുന്നത് ഓരോ വ്യക്തിയുടെയും ലക്ഷ്യങ്ങൾ വ്യത്യസ്തമായിരിക്കാം. അപ്പോൾ ഞാനീ പറഞ്ഞ ഒരാൾ ഓവർ വെയ്റ്റുള്ള അല്ലെങ്കിൽ ഒബീസിറ്റി ഉള്ളൊരു വ്യക്തി വെയ്റ്റ് കുറച്ച് വെൽ ഷേപ്ഡ് ആകുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സ്ലിം ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ടാർഗറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ലക്ഷ്യമായിരിക്കാം. മറ്റൊരു വ്യക്തിക്ക് എന്നാൽ ഹി വാണ്ട്സ് ടു ബി സക്സസ്ഫുൾ ഇൻ ഹിസ് ബിസിനസ്, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് സക്സസ്ഫുൾ ആകുക എന്നുള്ളതായിരിക്കും. വേറെ വ്യക്തിക്ക് കരിയറിൽ ബെറ്ററായിട്ടുള്ള കരിയർ അഡ്വാൻസ്മെൻറ്റ് അല്ലെങ്കിൽ പ്രോഗ്രസ് ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും. മറ്റൊരു വ്യക്തിക്ക് ഒരു നല്ലൊരു ഓതർ ആകുക എന്നുള്ളതായിരിക്കും. മറ്റൊരു വ്യക്തിക്ക് നല്ലൊരു സിംഗർ ആകുക എന്നുള്ളതായിരിക്കും. അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് നല്ലൊരു ആക്ടർ ആകുക എന്നുള്ളതായിരിക്കും. വേറെ വ്യക്തിക്ക് നല്ലൊരു പൊളിറ്റീഷ്യൻ ആകുക എന്നുള്ളതായിരിക്കും.
ഒരു പബ്ലിക് സർവൻ്റ് ആകുക എന്നുള്ളതായിരിക്കും. അപ്പോൾ അങ്ങനെ ഓരോ വ്യക്തിയെ സംബന്ധിച്ച് വ്യത്യസ്തമായിട്ടുള്ള വോക്ക് ഓഫ് ലൈഫ് ആയിരിക്കും അവർ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആ വ്യത്യസ്തമായിട്ടുള്ള വോക്ക് ഓഫ് ലൈഫിൽ അവർക്ക് സക്സസ്ഫുൾ ആകാൻ വേണ്ടി നമ്മൾ ഈ പറഞ്ഞ ഹാബിറ്റ്സിൻ്റെ റോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് അനുകൂലമല്ലാത്ത ഹാബിറ്റ്സിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും നമ്മളതിനെ എലിമിനേറ്റ് ചെയ്യുകയും നമുക്ക് സക്സസ്ഫുൾ ആകുക എന്നുള്ള ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ടല്ലോ, ആ ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ അനുകൂലമായിട്ടുള്ള ഹാബിറ്റ്സിനെ നമ്മൾ ഫോം ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഹാബിറ്റ്സാണ് നമ്മുടെ ലൈഫിലെ ഹീറോയും വില്ലനും. ഹീറോ എന്ന് പറഞ്ഞാൽ നമുക്ക് സക്സസ് ഗ്യാരണ്ടി ചെയ്യുന്നതും അതുപോലെ തന്നെ നമുക്ക് ഈ സക്സസ് അല്ലാത്ത ഫെയിലുവർ അല്ലെങ്കിൽ പരാജയങ്ങൾ അല്ലെങ്കിൽ അത്രയ്ക്ക് ക്വാളിറ്റി ഇല്ലാത്ത ലൈഫിനെ ഓഫർ ചെയ്യുന്നതും നമ്മളുടെ ഹാബിറ്റ്സ് ആയിരിക്കും ചെയ്യുക. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഏത് തരത്തിലുള്ള ഹാബിറ്റ്സ് ഉണ്ടാക്കിയെടുക്കണം അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഹാബിറ്റ്സ് നമുക്ക് വേണ്ടെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ബോധ്യം നമുക്കുണ്ടായാൽ മാത്രമേ നമ്മുടെ ലൈഫിൽ സക്സസ് ഉണ്ടാക്കുവാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ ചേഞ്ച് ചെയ്ത് പ്രോഗ്രസീവായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഹാബിറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾക്ക് ഇപ്പോൾ നിലവിലുള്ള ഹാബിറ്റ്സിനെ കുറിച്ച് നമ്മൾ സൂക്ഷ്മമായിട്ട് നമ്മൾ നിരീക്ഷിക്കുകയും മനസ്സിലാക്കുകയും അനുകൂലമല്ലാത്ത ഹാബിറ്റ്സിനെ നമ്മൾ മാറ്റിയെടുക്കുകയും അതായത് പ്രതികൂലമായിട്ടുള്ള ഹാബിറ്റ്സിനെ മാറ്റിയെടുക്കുകയും എലിമിനേറ്റ് ചെയ്യുകയും അനുകൂലമായിട്ടുള്ള ഹാബിറ്റ്സ് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യണം. അപ്പോൾ ഇത് നമുക്കെങ്ങനെ ഈ ഹാബിറ്റ്സിനെ നമുക്കെങ്ങനെ ബ്രേക്ക് ചെയ്യാം അല്ലെങ്കിൽ ഹാബിറ്റ്സിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ പുതിയ നല്ല ഹാബിറ്റ്സിനെ നമുക്കെങ്ങനെ ഫോം ചെയ്യാം എന്നുള്ളത് ഇനി നമുക്ക് മറ്റുള്ള വീഡിയോകൾ നമ്മൾ അതിനുള്ള ടിപ്സും അല്ലെങ്കിൽ ഐഡിയാസൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.